പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നത് 50,000 രൂപ വീടിൻ്റെ മെയിൻ്റനൻസ്, അതായത് അറ്റകുറ്റപ്പണിക്കായിട്ട് ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ലഭിക്കാൻ, അറിയിപ്പുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതിനുശേഷം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ 50,000 രൂപയാണ് ഒരു വീടിന് ലഭിക്കുന്നത്. ശരിയായ ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ലോറിങ്, ഫിനിഷിങ്, അതുപോലെ തന്നെ പ്ലംബിങ്, സാനിറ്റൈസേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവ ഇല്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ പദ്ധതിയിൽ ധനസഹായം നൽകുന്നത്. ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് 50,000 രൂപയാണ് ധനസഹായം നൽകുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് അത് ചെയ്യാവുന്നതാണ്. മുഴുവൻ കാര്യങ്ങൾക്കും എന്തായാലും ഈ ഒരു തുക തികയില്ല. അപ്പോൾ അപേക്ഷകയുടെ അല്ലെങ്കിൽ അപേക്ഷകൻ്റെ സ്വന്തം പങ്കാളിയുടെ പേരിലുള്ള വീടിൻ്റെ പരമാവധി വിസ്തീർണം 1200 സ്ക്വയർ ഫീറ്റ് കവിയരുത്. അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം. BPL കുടുംബത്തിന് മുൻഗണന ലഭിക്കും. അപേക്ഷകയ്ക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷക തുടങ്ങിയവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ, സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഇതിനു മുമ്പ് 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നിവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോറം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷാ ഫോറം www.minorityWelfare.kerala.gov.in എന്ന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെൻറ്റർ, ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ലാ കളക്ടറേറ്റിലേക്ക് തപാൽ മുഖേനയോ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും അറിയിപ്പുകളൊക്കെ ലഭിക്കാൻ നമ്മളുടെ ടെലഗ്രാം ചാനലുണ്ട്, അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഇതിൽ രണ്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ബാവ പുനരുദ്ധാരണ പദ്ധതിയാണിത്. 2024-25 അപേക്ഷകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈനൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയാണ് ഇത്. ന്യൂനപക്ഷക്ഷേമ വകുപ്പാണ് ധനസഹായം നൽകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോയുടെ വിശദമായ വിവരങ്ങൾ അറിയുന്നതിനാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ അറിയാൻ വയ്യാത്ത ആൾക്കാർ നേരെ ആ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നീ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലോ വരും. അവിടെ വന്ന ശേഷം അവിടെയും ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ അപേക്ഷയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ പരമാവധി ഉപയോഗിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി.